ചീഫ് ജസ്റ്റിസിന്റെ ഒരു പരാമർശത്തോട് പ്രതിഷേധ സൂചകമായി തുടങ്ങിയ ഒരു കൂട്ടായ്മയിൽ നിന്ന് മാറി കൃത്യമായൊരു പ്രതിപക്ഷ സ്വരമുള്ള ഒരു കൂട്ടായ്മയിലേക്ക് ഇന്ന് CJP മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ കഴിഞ്ഞ 5 ദിവസത്തിനിടെ ഒരു വലിയ അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ലോഞ്ച് ചെയ്യപ്പെട്ട ഒരു പാർട്ടി, കോക്രോച്ച് ജനതാ പാർട്ടി, ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എക്സിൽ ഏകദേശം 1.5 കോടി ആളുകളുടെ പിന്തുണ നേടിയിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് ഉള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ട് BJPക്ക് 85 ലക്ഷവും കോൺഗ്രസ്സിന് 1.2 കോടിയുമാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലെ അവരുടെ ഫോളോവേഴ്സ്. പക്ഷേ നേരെ കുറച്ച് 5 ദിവസം കൊണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടി CJP ബോസ്റ്റണിൽ നിന്നും കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയിട്ടുള്ള ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റായിട്ടുള്ള അഭിജിത്ത് എന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ പാർട്ടി ലോഞ്ച് ചെയ്തത്. അതിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത്. അതിൽ വളരെ ഹാസ്യാത്മകമായിട്ട് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ നമ്മുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഒരു കേസ് പരിഗണിക്കുന്നതിനിടയിൽ പല ആളുകളും വ്യാജ ബിരുദങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയയിലെ ആക്ടിവിസ്റ്റുകളായും അതുപോലെ തന്നെ മറ്റു പല രീതിയിലും കോക്രോച്ചുകളെ പോലെ, അതായത് പാറ്റയെ പോലെ അല്ലെങ്കിൽ പാരസൈറ്റുകളെ പോലെ ഈ സമൂഹത്തിൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ഇത്തരം പല വേഷവും കിട്ടി വരികയാണെന്ന് പറയുകയുണ്ടായി. ആ സന്ദർഭത്തിൽ തന്നെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. കാരണം ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാതാവുന്നതിന് കാരണം അവരല്ല, തൊഴിൽ കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള സർക്കാരുകളുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഇവിടെ ആളുകൾക്ക് തൊഴിലില്ലാതായി പോകുന്നത്. അല്ലാതെ ധാരാളം അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ തൊഴിലില്ലാതെ ഇരിക്കുന്നത്. അപ്പോൾ അത് വിദ്യാഭ്യാസം നേടിയതിനു ശേഷം തൊഴിലില്ലാതാവുന്നത് വിദ്യാഭ്യാസം നേടിയ ആളുടെ കുഴപ്പമല്ല, ആ ഭരണവ്യവസ്ഥയുടെ കുഴപ്പമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ സോഷ്യൽ ആക്ടിവിസ്റ്റുകളും അതുപോലെ ക്രിറ്റിക്സായിട്ട് വരുന്ന ആളുകളും എല്ലാം തന്നെ പാറ്റകളെ പോലെയാണ്, അല്ലെങ്കിൽ അവർ സമൂഹ ശരീരത്തിൽ വളരുന്ന ഇത്തിൽ കണ്ണികളാണ് എന്നൊക്കെ പറയുന്നത് അതും വലിയ പ്രതിഷേധത്തിനിടയാക്കി. അപ്പോൾ ഇതിൽ നിന്നാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു തമാശയുള്ള ആശയം ശ്രീ അഭിജിത്ത് തുടങ്ങി വെക്കുന്നത്. പക്ഷേ അത് എല്ലാ സീമകളും വിട്ടുകൊണ്ട് വലിയ തോതിൽ 1.5 കോടി ആളുകളോളം 5 ദിവസത്തിനകത്ത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. അത് തീർച്ചയായും സർക്കാരിനെ ഭയപ്പെടുത്തി. എന്നിട്ട് ആ അക്കൗണ്ട് മെറ്റ തൽക്കാലം മരവിപ്പിച്ചു. പക്ഷേ ആ അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ട് കാര്യമുണ്ടായില്ല. കാരണം പാറ്റകൾ ലോകത്തിൻ്റെ തുടക്കകാലം മുതൽ ഇന്നും നിലവിലുള്ളതാണ്. ഇപ്പോൾ പറയുന്നത് ഒരു അണ്വായുധ യുദ്ധം ഉണ്ടാവുകയാണ് എങ്കിൽ പോലും അതിനെയും അതിജീവിക്കാൻ കഴിവുള്ള ഏക ജീവജാലം ഈ പാറ്റകളാണ്, കോക്രോച്ചുകളാണ് എന്നാണ് ഇപ്പോൾ സയൻസ് പറയുന്നത്. അപ്പോൾ അത് ഒന്നിനെ കൊല്ലുമ്പോൾ 10ആയിട്ട് പെരുകി വരുന്നു. പിന്നെ അതിനെ നശിപ്പിക്കുവാൻ വലിയ മാർഗങ്ങളൊന്നും ഒന്നായിട്ട് നശിപ്പിക്കാൻ പറ്റില്ല. എവിടെ നശിപ്പിച്ചാലും അത് വീണ്ടും കയറി വരും. അതാണ് കോക്രോച്ചുകളുടെ പ്രത്യേകത. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ പ്രസ്ഥാനവും മുന്നോട്ട് പോകുന്നത്. ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ അവർ 10 അക്കൗണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ ആ വലിയ ക്രൈസിസ് വന്നപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രസ്ഥാനമാണ് ശ്രീലങ്കയിൽ മുന്നോട്ട് വരികയും ഇന്നത്തെ ശ്രീലങ്കയുടെ ഭരണം കൈയാളുന്നത് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ളവരാണ്, ചെറുപ്പക്കാരാണ്. ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത്. ഇതേ രീതിയിലുള്ള ഒരു വലിയ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഒരു വലിയൊരു വിപ്ലവം തന്നെയാണ് നേപ്പാളിൽ നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ഭരണാധികാരികളും ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടാകുമ്പോൾ അതിന് ആകസ്മികമായിട്ട് കാരണമായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പരാമർശമാണ്. ആ പരാമർശത്തിൽ പിന്നീട് ചീഫ് ജസ്റ്റിസ് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് യഥാർത്ഥ ബിരുദമില്ലാതെ ഈ ലീഗൽ പ്രൊഫഷന് വരുന്ന ആളുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പറയുമ്പോഴും എങ്ങനെയാണ് യഥാർത്ഥ ബിരുദമില്ലാത്ത ആളുകൾ ഈ ലീഗൽ പ്രൊഫഷനിൽ വരുന്നത്, ഈ ബാർ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യുന്നത്? അപ്പോൾ അതിലൊക്കെ കൃത്രിമം നടക്കുന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ കണ്ടുപിടിക്കേണ്ടതാണ്.
അപ്പോൾ അല്ലാതെ ഇത്ര അധികം ആളുകൾ ഇങ്ങനെ ബിരുദമില്ലാതെ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവരാണ് ഈ പറയുന്ന ക്രിറ്റിസം ഉയർത്തുന്നത്, അവരാണ് ഈ പറഞ്ഞ രീതിയിൽ വിവരാവകാശത്തിൻ്റെ വഴിക്ക് പോകുന്നതെന്ന് പറയുന്നത് അത് ഒട്ടും ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ അത്തരം ആളുകളല്ല നമുക്കറിയാം. ഇപ്പോൾ വിവരാവകാശത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങളുടെ പൗരാവകാശത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഇന്ന് ശബ്ദമുയർത്തുന്നത് പ്രശാന്ത് ഭൂഷൺ എന്ന അഭിഭാഷകനാണ്. അദ്ദേഹത്തിന് ബിരുദമില്ല എന്ന് പറയാൻ പറ്റുമോ? അതുപോലുള്ള വലിയ അഭിഭാഷകരാണ് പലപ്പോഴും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നത്. അപ്പോൾ ആ പരാമർശവും ശരിയായൊരു പരാമർശമായിരുന്നില്ല. പക്ഷേ അതിൽ നിന്നാണ് ഈ പാർട്ടിയുടെ ജനനം. ഈ പാർട്ടിയുടെ ജനനത്തിൽ നിന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലമായിട്ട് വലിയൊരു ഇമേജ് ബിൽഡിംഗ് ആണ് എക്സസൈസാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരുന്നത്. പ്രധാനമന്ത്രിയുടെ ഇമേജ്, അതായത് ശ്രീ മോഡിയുടെ ഇമേജ് എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുമോ അതിനുള്ള ഫോട്ടോഷൂട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. പലതരത്തിലുള്ള ഫോട്ടോഷൂട്ടുകൾ അതുപോലുള്ള റീലുകളെല്ലാം ഇട്ടുകൊണ്ട് ആണ് ഇപ്പോൾ ഇത്രയും കാലം ഒരു ഇമേജ് ബിൽഡ് ചെയ്ത് വന്നത്. ആ ഇമേജ് ബിൽഡ് ചെയ്ത് വന്നിട്ടും 85 ലക്ഷത്തോളം പേരാണ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാ ആക്ടിവിറ്റികളെയും കഠിനമായി വിമർശിക്കുന്ന, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഹാസ്യാത്മകമായിട്ട് അതിനെല്ലാം വിമർശിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വരികയും ആ പ്ലാറ്റ്ഫോമിലേക്ക് 1.5 കോടിയോളം ആളുകൾ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇമേജ് ബിൽഡിങ്ങിനെയാണ് അത് സാരമായി ബാധിക്കുന്നത്. ഇത്രയും കാലം വളരെ വലിയ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി വളരെ വലിയൊരു തുക ചിലവാക്കിയിട്ടാണ് ഈ ഇമേജ് ഉണ്ടാക്കിയത്. പക്ഷേ എന്തു പറ്റി, ഇത് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 5 ദിവസങ്ങൾ കൊണ്ട് ഈ ഇമേജാണ് ഷാർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഉള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി അടുത്ത ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുമോ എന്നുള്ളതല്ല വിഷയം. നിലവിൽ നടത്തുന്ന പ്രചരണങ്ങളെ, സർക്കാർ ലെവലിൽ നടത്തുന്ന പ്രചരണങ്ങളെ ഈ പാർട്ടിയുടെ വരവ് വലിയ തോതിൽ ബാധിക്കുമെന്നുള്ളതാണ്. അവരെല്ലാവരും സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷകളിലാണ് സംസാരിക്കുന്നത്. സാധാരണക്കാരന് മനസ്സിലാവുന്ന ഹിന്ദിയിലും അതുപോലെ രാഷ്ട്രത്തിലെ മറ്റു ഭാഷകളിലുമാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ആൻഡ്രോയിഡ് ഫോണുള്ള എല്ലാ ആളുടെ കയ്യിലും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എല്ലാവരും നമ്മുടെ നാട്ടിലെ അന്യദേശ തൊഴിലാളികളൊക്കെ നമുക്കറിയാം 24 മണിക്കൂറും ഈ ഒരു ഫോണിനെ ആശ്രയിച്ചുകൊണ്ടാണ് അവർ ഇരിക്കുന്നത്. അപ്പോൾ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ ഭാഷയിൽ മെസ്സേജുകൾ എത്തുകയാണ്. ഓരോ നടപടികളെയും വിമർശിച്ചുകൊണ്ടുള്ള പല നടപടികളിലെയും യാഥാർത്ഥ്യം ഇതാണ്, ഇങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ എത്തുകയാണ്. പഴയ കാലത്തായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ വലിയ രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന മീറ്റിങ്ങുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു, വലിയ പ്രാസംഗികന്മാരുണ്ടാവുന്നു, അതിൽ കുറേ പേര് കേൾക്കുന്നു, കുറേ പേര് കേൾക്കുന്നില്ല, അങ്ങനെ പോകുന്നു. ഇതല്ല, ഇത് നവമാധ്യമ കാലഘട്ടത്തിൽ ഇത് ഓരോ വ്യക്തിയിലേക്കും ഈ മെസ്സേജുകൾ എത്തുകയാണ്. അതാണെങ്കിൽ അത് തികച്ചും സരസമായിട്ടാണ്, വളരെ സരസമായ രീതിയിലാണ് ഈ മെസ്സേജുകൾ വരുന്നത്. അപ്പോൾ ഈ മെസ്സേജുകൾ വിവിധ ആളുകളാണ് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ പൊതുജനങ്ങൾക്ക് ലഭിക്കും. ആ ധാരണ ഇമേജ് ബിൽഡ് ചെയ്തുണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ കോട്ടകളെ തകർക്കും. അതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ റിലവൻസ്. ഇപ്പോൾ പത്രങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ മറ്റു ടെലിവിഷൻ മാധ്യമങ്ങളും എല്ലാം വലിയ വലിയ കുത്തകകൾ വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 24ഓളം പ്രമുഖ ഇന്ത്യൻ ചാനലുകൾ വലിയ കമ്പനികളുടെ, അതായത് അദാനിയുടെയും അംബാനിയുടെയും അതുപോലുള്ള അമേരിക്കൻ കുത്തകകളുടെയൊക്കെ കയ്യിലിരിക്കുകയാണ് ഈ മാധ്യമങ്ങൾ. അപ്പോൾ മാധ്യമങ്ങളിലൂടെ ഒരിക്കലും ശരിയായ വാർത്തകൾ പുറത്തേക്ക് വരില്ല. ഇതിൽ നിന്നിപ്പോൾ ഒരു 5 അജണ്ട അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ 5 അജണ്ട കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ അങ്ങനെ ആലോചനയില്ലാത്ത ആളുകളൊന്നുമല്ല. വളരെ കൃത്യമായി തന്നെയാണ് അവർ പറയുന്നത്. അവരുടെ 5 അജണ്ടയിൽ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നോ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ജുഡീഷ്യൽ റിവാർഡ്സ്, അതായത് ഈ ജഡ്ജിമാർ വിവരമിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റ് സ്ഥാനങ്ങൾ നൽകിക്കൊണ്ട് പ്രീതിപ്പെടുത്തുന്ന പരിപാടി പറ്റില്ല. ഇപ്പോൾ പഴയ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് BJP നൽകിയ രാജ്യസഭാ സീറ്റിൽ രാജ്യസഭാ മെമ്പറാണ്. അതുപോലെ മറ്റ് അനേകം ജഡ്ജിമാർ ഇതുപോലുള്ള പുനർനിയമനങ്ങൾ നൽകുന്നുണ്ട്. അത് പാടില്ല. അതാണ് അവരുടെ ഒന്നാമത്തെ ഡിമാൻഡ്. രണ്ടാമത്തെ ഡിമാൻഡ് സ്ട്രിക്റ്റ് വോട്ടർ പ്രൊട്ടക്ഷൻ. അത് വോട്ടർമാർക്ക് വളരെ കൃത്യമായ സംരക്ഷണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഒരു സാധുവായ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA പ്രകാരം പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ബംഗാളിൽ തന്നെ 25 ലക്ഷം വോട്ടർമാർക്കാണ്
അവരുടെ വോട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. അവരുടേതായ കാരണങ്ങൾ കൊണ്ടല്ല, പുതിയ വോട്ടർ റിവിഷൻ്റെ എക്സസൈസിൻ്റെ ഫലമായിട്ടാണ്. ഇതുപോലെ എല്ലാ സ്ഥലത്തും വോട്ടർമാർക്ക് അവരുടെ വോട്ടവകാശം നഷ്ടപ്പെടുന്നുണ്ട്. അതിനെതിരെ നടപടികൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പേരിൽ എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായല്ലോ. ഇന്ത്യയിലെ ആർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. ലക്ഷക്കണക്കിന് വോട്ടർമാർ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താണ്. അപ്പോൾ ഒരു വോട്ടർ പുറത്താണെന്നുണ്ടെങ്കിൽ അയാളുടെ പേര് നടപടിയെടുക്കണം, ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പേരിൽ നടപടിയെടുക്കണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ജെൻഡർ റെപ്രസെൻറ്റേഷൻ 50%, അതായത് സ്ത്രീകൾക്ക് പാർലമെൻ്ററി സീറ്റും അതുപോലെ 50% ക്യാബിനറ്റ് സീറ്റുകളും റിസർവ് ചെയ്യണം. അത് ഇന്ത്യയിലെ സ്ത്രീകളെല്ലാവരും കൈയടിച്ച് അംഗീകരിക്കുന്നൊരു കാര്യമാണ്. 50% പാർലമെൻറ്റ് സീറ്റും 50% ക്യാബിനറ്റ് സീറ്റുകളും. പിന്നീട് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇപ്പോൾ 157ാമത്തെ റാങ്കിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ മേജർ ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയകളിൽ ഈ കുത്തകളുടെ കയ്യിലുള്ളവർ ക്യാൻസലിംഗ് ദ ബ്രോഡ്കാസ്റ്റ് ലൈസൻസസ് ഓഫ് മേജർ മീഡിയ കോർപ്പറേഷൻസ് ഓൺ ബൈ മൾട്ടി ബില്യനേഴ്സ് ലൈക്ക് അംബാനി ആൻഡ് അദാനി. അപ്പോൾ ഇത്തരത്തിൽ വലിയ കോടീശ്വരന്മാർ കൈവശം വെച്ചിരിക്കുന്ന ഈ ബ്രോഡ്കാസ്റ്റിംഗ് ഏജൻസികളുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. അടുത്തതായിട്ട് വളരെ കൃത്യമായ, വളരെ ശരിയായ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇന്ത്യയിലെ ഓരോ വോട്ടറും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഭരണകക്ഷി അംഗീകരിക്കാൻ സാധ്യമല്ല. ആൻറ്റി ഡിഫെക്ഷൻ റെസ്ട്രിക്ഷൻസ്, അതായത് കൂറുമാറ്റ നിരോധനം. ഇമ്പോസിങ് എ സ്ട്രിക്റ്റ് 20-year ബാൻ ഫ്രം കണ്ടസ്റ്റിംഗ് ഇലക്ഷൻസ് ഓർ ഹോൾഡിംഗ് പബ്ലിക് ഓഫീസ് ഓൺ എനി പൊളിറ്റീഷ്യൻ ഹൂ സ്വിച്ചസ് പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇലക്ഷനിലെ വോട്ടിൻ്റെ മഷി, ഇപ്പോൾ മഷിയില്ല, മറ്റേ വോട്ടർ മെഷീനിൽ കുത്തിയിട്ടുള്ളതിൻ്റെ വിരലടയാളം മാഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ഈ ജയിപ്പിച്ച് വിട്ട ആൾ അയാൾക്ക് ഇഷ്ടമുള്ള പാർട്ടിയിലേക്ക് ചേക്കേറുകയാണ്. ഇപ്പോൾ അതുപോലെ പാർട്ടികൾ ഒന്നായിട്ട് അങ്ങ് പോവുകയാണ്, അല്ലെങ്കിൽ അവർ വേറെ വോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരിക്കലും ഒരു ജനാധിപത്യത്തിലും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏത് കക്ഷിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഒരാൾക്ക് വോട്ട് ചെയ്തതെങ്കിൽ, ഇപ്പോൾ അയാൾ സ്വതന്ത്രനാണെങ്കിൽ ശരി, നമുക്ക് പറയാൻ പറ്റില്ല. അത് സ്വതന്ത്രനായിട്ടാണ് ജയിച്ചതെങ്കിൽ അയാൾക്ക് ഏത് കക്ഷിയുടെ കൂടെയും വോട്ട് ചെയ്യാം, ഏത് ഇഷ്യൂവിലും മാറി മാറി വോട്ട് ചെയ്യാം. പക്ഷേ അതേസമയം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് അതിൽ ജയിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരാൾ നാളെ പാർലമെൻറ്റിലോ നിയമസഭയിലോ എത്തിയതിന് ശേഷം വീണ്ടും അവർക്ക് തോന്നിയ സ്ഥലത്തേക്ക് പോവുക എന്നുള്ളത് ഈ വോട്ട് ചെയ്ത ആൾക്കാരോടുള്ള ഏറ്റവും വലിയ അവഹേളനമാണ്. അപ്പോൾ അതാണ് അവരുടെ 5ാമത്തെ പോയിന്റ്. ഈ 5 പോയിന്റുകളാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ 5 പോയിന്റുകൾ എല്ലാം കുറേ സർക്കാസ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഹാസ്യത്തോടുകൂടി ആണ് അവർ പോസ്റ്റ് ചെയ്തതെങ്കിൽ ഇതെല്ലാം ഈ നാട്ടിൽ വലിയ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിൽ ഇപ്പോൾ 1.5 കോടി ജനങ്ങളുടെ അടുത്തേക്ക് നേരിട്ട് എത്തുന്ന പത്രങ്ങളോ അല്ലെങ്കിൽ ടെലിവിഷൻ മീഡിയയോ ഒന്നും അധികമില്ല ഈ നാട്ടിൽ. അപ്പോൾ ഇത് നേരെ എത്തുന്നത് ആൻഡ്രോയിഡ് ഫോണുള്ള എല്ലാ ആളുടെയും കയ്യിലേക്കാണ്. അപ്പോൾ ഇത് തീർച്ചയായും ഇപ്പോഴത്തെ ഭരണകൂടത്തിന് അലോസരമുണ്ടാക്കും എന്ന് മാത്രമല്ല, ഇത് വലിയൊരു ഭീഷണിയായി അവർക്ക് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ബാധിക്കുകയും ചെയ്യും. വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പല വിഗ്രഹങ്ങളും തകർന്നുടയുന്നത് കാണേണ്ടതായി വരികയും ചെയ്യും. യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു മാറ്റമാണ്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള പബ്ലിസിറ്റികൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വലിയ മറുപടി ലഭിക്കുകയാണ്. ഇത് വളരെ സ്വാഗതാർഹമാണ്.